കൊല്ലം സുധിയുടെ മക്കൾക്കായി ദാനം നൽകിയ ഭൂമിയുടെ ആധാരം റദ്ദ് ചെയ്യാൻ നിയമപരമായി ബിഷപ്പ് നോബൽ ഫിലിപ്പ് നീങ്ങിയതിന്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. രേണു സുധി നിരന്തരമായി അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്ത് ബിഷപ്പിന്റെ നിയമ നടപടി സ്വീകരിക്കാൻ കാരണമായത്. രേണു സുധിയും സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്നറിയപ്പെടുന്ന രാഹുലിന്റെയും പേരിലാണ് വക്കീൽ നോട്ടീസ് പുറത്തു വന്നത്. ഇപ്പോഴിത് ആദ്യമായി വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് കിച്ചു. ഒരു വിഷയത്തിലും ഇടപെടാതെ തന്നെയാണ് ഇപ്പോൾ കേസിലേക്ക് വലിച്ചിരിക്കുന്നത് എന്ന് കിച്ചു പറയുന്നു. ഈ നിമിഷം വരെയും വീട് തന്നവരെയും സ്ഥലം തന്നവരെയും ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല എന്നും കിച്ചു പറഞ്ഞു. ഞങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ കേസായി. എന്നാൽ ഇപ്പോൾ ചെയ്യുക, കൊല്ലത്ത് വെറുതെ ഇരുന്ന എൻ്റെ പേരിൽ കേസായി. അമ്മയുടെയും എൻ്റെയും പേരിലാണ് കേസ് വന്നിരിക്കുന്നത്. ബിഷപ്പാണ് കേസ് കൊടുത്തത്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ലൈവ് ചെയ്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് വീടിൻ്റെ കാര്യം നോക്കേണ്ടത് അവിടെ താമസിക്കുന്ന ഞങ്ങൾ തന്നെയാണ് എന്നതാണ്. അത് ദാനമായി തന്നവർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ പേരിൽ കേസായി. വളരെയധികം നന്ദിയുണ്ട്. പണ്ടേ ഞാൻ പറഞ്ഞത് ഇതിലൊന്നും എന്നെ വലിച്ചഴിക്കരുത് എന്നാണ്. ഞാൻ ഇക്കാര്യത്തിൽ ഒന്നും ഇല്ലെന്ന് വക്കീൽ നോട്ടീസ് വന്നു എന്ന് അറിയാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യത്തിലും ഇടപെടാത്ത എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചതിന് എൻ്റെ സൈഡിൽ നിന്ന് ഒരു മറുപടി വേണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീട് വെച്ച് തന്നവരെയോ സ്ഥലം തന്നവരെയോ മോശമായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വളരെ നന്ദി. നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തു തന്നത്. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ പേരിലാണ് വീട് എന്നതുകൊണ്ടും എനിക്കൊരു കൂടി വക്കീൽ നോട്ടീസ് വന്നതെന്ന് തോന്നുന്നു. എന്തെന്നുമൊക്കെ നോക്കാം, വേറെ വഴിയില്ല. എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ തീരുമെന്ന് കരുതിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. കടയിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കേസ് വന്നു എന്നറിഞ്ഞത്. കോട്ടയം വരെ ഇനി പോവേണ്ടി വരും. ഞാൻ താമസിക്കുന്നതും പഠിക്കുന്നതും എല്ലാം കൊല്ലത്താണ്. ഒരു കാര്യവുമില്ലാത്ത ഒന്നാണിത്. വല്ലപ്പോഴും മാത്രമാണ് ആ വീട്ടിൽ പോയി നിൽക്കുന്നത്. ഇനി വരുന്നവിടെ വെച്ച് കാണാം, അതേ പറ്റൂ എന്നാണ് കിച്ചുവും പറഞ്ഞത്. വക്കീൽ നോട്ടീസ് കൈപ്പറ്റി 7 ദിവസത്തിനകം ബിഷപ്പിനെതിരെ ചെയ്ത എല്ലാ വീഡിയോകളും രേണുവും കുടുംബവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്യണം. അല്ലാത്ത പക്ഷം സുധിയുടെ മക്കൾക്ക് ദാനമായി നൽകിയ 7 സെന്റ് സ്ഥലത്തിന്റെ ആധാരം റദ്ദു ചെയ്യും എന്നാണ്. മാത്രമല്ല, ബിഷപ്പിന്റെ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം കൊടുക്കണമെന്നും രേണുവും കുടുംബവും ബാധ്യസ്ഥരാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. രേണു കഴിഞ്ഞ ദിവസമാണ് വിദേശയാത്ര കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയത്. വിദേശയാത്രയെക്കുറിച്ച് വ്യക്തമായി അറിയില്ലെന്നും കേട്ടറിവ് മാത്രമേ ഉള്ളൂ എന്നും മനസ്സിലാക്കിയാണ് രേണു വിഷയത്തിൽ പ്രതികരിച്ചത് എന്നും പറയുന്നു. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.